ചെന്താമര കൊടും കുറ്റവാളി തന്നെ, യാതൊരു സംശയമില്ല. പരമാവധി ശിക്ഷ അയാൾക്ക് ലഭിക്കണം. തൂക്കുകയർ തന്നെ ലഭിക്കുകയാണ് ചെന്താമരയ്ക്ക് വേണ്ടത്. എന്നാൽ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. എന്തിന് ഇത്രയും ഒരു കൊടും ക്രൂരത ഈ ചെന്താമര ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഒരു കുടുംബത്തോട് ഇയാൾക്ക് എന്താണ് ഇത്ര വൈരാഗ്യം ഉണ്ടാകുവാൻ കാര്യം? ഒരു ശിക്ഷ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. പക്ഷേ വീണ്ടും അയാൾക്കറിയാം കോടതിയിലേക്ക് പോകേണ്ടി വരും, ജയിലിൽ ആകും എന്നുള്ള കാര്യം അയാൾക്ക് വ്യക്തമായും അറിയാവുന്നതാണ്. എന്നിട്ടും അയാൾ എന്തിന് 2 കൊലപാതകങ്ങൾ ചെയ്തു? എന്താണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇത്ര വൈരാഗ്യം വരുവാനുള്ള കാരണം? അത് കണ്ടെത്തേണ്ടിയിരിക്കും. എന്തെങ്കിലും അതുപോലെയുള്ള മനോവിഷമം അല്ലെങ്കിൽ അയാൾക്ക് താങ്ങാൻ പറ്റാത്ത മറ്റെന്തോ ഒരു വിഷയം ഇതിന് പിന്നിൽ ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശത്രുത ഇയാൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയില്ല. അത് ആദ്യമേ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മിക്ക കൊലപാതകങ്ങളും ഇത്തരത്തിലായിരിക്കാം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ വീണ്ടും ജാമ്യത്തിലിറങ്ങി ഈ 2 കൊലപാതകങ്ങൾ കൂടി നടത്തുമായിരുന്നില്ല. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇയാൾ നിരവധി കൊലപാതകങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഒരു മനോരോഗി ആണെന്ന് പോലും പറയുവാൻ സാധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ ഒരു ദുരൂഹത ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉണ്ട്. അയാൾക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അയാൾ പറയുന്നു അയാളുടെ കുടുംബത്തെ നശിപ്പിച്ചു, അതിന്റെ വൈരാഗ്യം ആണെന്ന് അയാൾ പറയുന്നുണ്ട്. അത് എങ്ങനെ, എന്തുകൊണ്ട്, ആര്? ഇത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ഇനിയും തുടർന്നും നടന്നുകൊണ്ടേയിരിക്കും.